വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ഇവിടെ ആദ്യമായിട്ടാണ് കൊയറിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇവിടെ ഒരാൾ വന്നിട്ട് ദൈവവചനം ശുശ്രൂഷ ചെയ്യുന്ന അതിന് അവസരം ഒരുക്കി തന്ന അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് അച്ഛൻ പറഞ്ഞതുപോലെ പെന്തക്കോസ്റ്റ് നാളാണ്. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത് സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവെന്നാണ്. സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 7-8 വാക്യങ്ങൾ. യോഹന്നാൻ 16:7. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്നു. ഒരു വാക്യം കൂടെ. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വചനമായി വന്നിരിക്കുന്ന ഈ അടിയനെ ബലപ്പെടുത്തുന്ന കർത്താവേ, നിന്റെ വചന കർത്താവേ മറ്റുള്ളവർക്ക് പകരുന്നതിനായി ഇടയാക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. തീയാവുന്ന നിന്റെ വചന കർത്താവേ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയാക്കണമേ. കുറ്റങ്ങളും കുറവുകളും നോക്കണേ. സകല നന്മകൾക്കും നിറയ്ക്കണേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. കഴിഞ്ഞ ആഴ്ച അച്ഛനിവിടെ പ്രസംഗിച്ച അച്ഛൻ്റെ ചിന്താവിഷയം എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവ്. അപ്പൊ അച്ഛൻ കഴിഞ്ഞ ആഴ്ച നമ്മളെ ഏകദേശം പരിശുദ്ധാത്മാവ് ആരാണ്, എന്താണെന്ന് എന്നത് കറക്റ്റായിട്ട് അനുഗ്രഹമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇന്ന് നമ്മളുടെ ചിന്താവിഷയമായി എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. ദൈവശക്തി പരിശുദ്ധാത്മാവിൽ കൂടി വെളിപ്പെടുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് പോവുകയാണെങ്കിൽ പിതാവായ ദൈവം നമ്മുടെ മറ്റു ജനങ്ങൾ, യഹൂദ ജനങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് തന്റെ വചനം സുവിശേഷം എന്ന് വെച്ചാൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് ആര് മൂലമായിരുന്നു? പ്രവാചകന്മാർ മുഖാന്തരമായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ദൈവത്തിന് അവരോട് സംസാരിക്കാനുണ്ടെങ്കിൽ പ്രവാചകരോട് പറയും, പ്രവാചകന്മാര് അത് ജനങ്ങളോട് പറയും. അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ പ്രവാചകനില്ല. പ്രവാചകന്മാർ പറയുന്നത് ദൈവജനം കേൾക്കാതെയായി. കുറ്റങ്ങളും കുറവുകളും കൂടി, പാപങ്ങൾ കൂടി. അപ്പൊ ദൈവം തമ്പുരാൻ ആ സമയത്തൊക്കെ നമ്മള് ദൈവത്തെ കാണുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ്. ഈ പണ്ടത്തെ അമ്മച്ചിമാരുടെ ഒക്കെ കൂട്ട് അമ്മച്ചിമാരൊക്കെ എന്നുവെച്ചാൽ പറഞ്ഞ കാര്യം ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് ആണ്. വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ വരട്ടെ. ഇപ്പോഴത്തെ പിള്ളേരോട് നമുക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല. സ്നേഹവും സന്തോഷമായിട്ട് മാത്രം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഈ സമയത്തുണ്ടാകുന്നത്. അത് കഴിഞ്ഞപ്പം ദൈവം തമ്പുരാൻ നമ്മളുടെ പാപമോചനത്തിനായിട്ട് ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് വിട്ടു. അപ്പൊ യേശുവിന്റെ ജനനം തൊട്ട് യേശു ജനിച്ചതെന്ന് പറഞ്ഞ് ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു സ്ഥലത്താണ്. ഒരിക്കലും രാജാക്കന്മാരുടെ കൂട്ടത്തിൽ എല്ലാവരും യേശു ജനിച്ചത്. ആ സമയത്ത് താഴോട്ട് വന്നു കഴിഞ്ഞപ്പം യേശുക്രിസ്തുവിന്റെ ജനനം തൊട്ട് നമ്മൾ കാണുന്നത് സീരിയസ് ഒന്നുമില്ല, സ്ട്രിക്റ്റും ഇല്ല. ദൈവം തമ്പുരാൻ പല കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കി തന്നിരുന്നത് സ്നേഹത്തോടെ. നമ്മളോട് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, ക്ഷമിക്കണം. ഒരു കവള താരയിലും അടിച്ചിട്ടുണ്ട്, മറ്റു കവളും കൂടെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് ന്യായവിധി വരും. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഒന്നും പറയരുത്. ഓക്കെ, എന്ന് വെച്ചാൽ ബാഡ് ആൻസർ തരരുത്. ഇങ്ങനെ പല കാര്യങ്ങളും യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു തന്നിരുന്നു. അപ്പം ശിഷ്യന്മാരെന്ന് പറഞ്ഞവരെ തിരഞ്ഞെടുത്തത് ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്ത് അവരവരുടെ കൂട്ടത്തിൽ ദൈവം തമ്പുരാന്റെ യേശു ക്രിസ്തുവിന്റെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും കൂടെ നടന്ന ആൾക്കാരായിരുന്നു ശിഷ്യന്മാർ. അപ്പം ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആൾക്കാരെ തന്നെയാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. 33 വർഷം കഴിഞ്ഞപ്പം തന്റെ ദൗത്യം പൂർത്തിയാകുന്നു. ആ സമയത്ത് അതിനു മുമ്പ് ശിഷ്യന്മാരോട് പല കാര്യങ്ങൾ പറഞ്ഞു.
കഴിഞ്ഞ് ഞാൻ കുരിശിലേക്കപ്പെടും, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതൊക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള ശേഷി ആ സമയത്തില്ലായിരുന്നു. ആ സമയത്ത് പറഞ്ഞതാണ്. കാരണം ശിഷ്യന്മാർ യേശുവിൽ അങ്ങ് ഡിപ്പെൻഡന്റ് ആണ്. എവിടെ പോയാലും യേശുവിന്റെ കൂട്ടത്തിലുണ്ട്. അവർക്ക് ഒരു ശിഷ്യന്മാരായിട്ട് തെരഞ്ഞെടുത്ത് അവരവരുടെ കൂട്ടത്തിൽ ദൈവനമ്പരാன യേശു ക്രിസ്തുവിന്റെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും കൂടെ നടന്ന ആൾക്കാരായിരുന്നു ശിഷ്യന്മാർ. അപ്പം ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആൾക്കാരെ തന്നെയാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. 33 വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പം തന്റെ ദൗത്യം പൂർത്തിയാകുന്നു. ആ സമയത്ത് അതിനു മുമ്പ് ശിഷ്യന്മാരോട് പല കാര്യങ്ങളും പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ കുരിശിലേക്കപ്പെടും, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതൊക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള ശേഷി ആ സമയത്തില്ലായിരുന്നു. ആ സമയത്ത് പറഞ്ഞതാണ്. കാരണം ശിഷ്യന്മാർ യേശുവിൽ അങ്ങ് ഡിപ്പെൻഡന്റ് ആണ്. എവിടെ പോയാലും യേശുവിന്റെ കൂട്ടത്തിലുണ്ട്. അവർക്ക് ഒരു പ്രശ്നമില്ല, വിഷമമില്ല, പ്രയാസമില്ല. കാരണം ഫുഡിന് ഫുഡ്, ബാക്കി അത്ഭുതങ്ങൾ, പല കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുന്നു. ആ സമയത്ത് അവർക്ക് ഒരു വിഷമമില്ല. അപ്പൊ ദൈവത്തിനറിയാം യേശുക്രിസ്തു പോകുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആകെക്കൂടെ ദുഃഖമാണ്. ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പോകുന്നു, ഞാൻ പോയില്ലെങ്കിൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല. അപ്പം നമ്മളെ സഹായിക്കാനായിട്ട് നീതിബോധം നൽകാൻ വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ യേശുക്രിസ്തു അയച്ചതാണ് പരിശുദ്ധാത്മാവിനെ. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് ദൈവമക്കളാകണം. യേശുക്രിസ്തു തന്നെ ദൈവവും രക്ഷിതാവും നമ്മൾ ഏറ്റു പറയണം. നമ്മളുടെ പാപങ്ങൾ നമ്മൾ ഏറ്റു പറയണം. അന്നെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. സകല അകൃത്യം ചെയ്തുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധ്യമായുള്ള കാര്യമില്ല. അപ്പം ഇതിൽ കൂടി ഞാൻ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞുള്ള ചേഞ്ചസിനെ പറ്റി 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. ആദ്യം പറയാൻ പോകുന്നത് ധൈര്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെയാണ്, ധൈര്യം നൽകുന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മള് ഇപ്പൊ ചിന്തിച്ചു, യേശുക്രിസ്തു വന്ന സമയത്ത് ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാർ. അപ്പൊ നമുക്ക് ഏറ്റവും ഒരു ഫ്രണ്ട്ലി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ശിമോൻ പത്രോസ്. കുറച്ച് എടുത്തുചാട്ടക്കാരൻ. പക്ഷേ ശിമോൻ പത്രോസിന്റെ തൊഴിൽ എന്തായിരുന്നു? മീൻ പിടുത്തം, ഫിഷർമാനാണ്. വിദ്യാഭ്യാസം സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒന്നും അറിയാൻ മേലാത്ത ഒരു മനുഷ്യനാണ് ദൈവം തമ്പുരാൻ ശിമോൻ പത്രോസിനെ തിരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു ക്രൂശിതനാകുന്നതിന് മുമ്പ് ചേവരും മഹാപുരോഹിതന്മാരും എല്ലാവരും കൂടെ യേശുവിനെ പിടിച്ച സമയത്ത് ഓടിപ്പോയ ആൾക്കാരാണ്. യേശുവിന് അത്രയും നാള് ദൈവമേ ഞാൻ എന്തുണ്ടെങ്കിലും കൂട്ടത്തിൽ നിൽക്കും എന്ന് പറഞ്ഞ ആള് 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞു. കാരണം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ചോദിച്ച ആൾക്കാർ, നീ കൂടെ ഉള്ളല്ലേ? ഇല്ല, ഞാനില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അത് കഴിഞ്ഞ് യേശു ക്രൂശിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പം അവിടെയുള്ള സ്ത്രീകളൊക്കെ യേശുവിന്റെ പുറകെ പോയി. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് പോയതാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരൊറ്റ പുരുഷന്മാര് കൂട്ടത്തിൽ പോയി. എല്ലാ ശിഷ്യന്മാരും ഓടി ഒളിച്ചു. നമ്മുടെ വേദപുസ്തകത്തിൽ പരസ്യകാലത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെല്ലാരും കൂടെ പോയിട്ട് ഒരു റൂമിന്റെ അകത്ത് പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവരെ പിടിക്കും യഹൂദന്മാരെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഒരു സമയമാണ് പരിശുദ്ധാത്മാവ് ഇല്ലാത്ത സമയത്ത് നമ്മൾ അറിയും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ശിമോൻ പത്രോസിനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ മുന്നിൽ നിൽക്കാത്ത ആളാണ്. ആ മനുഷ്യൻ പരിശുദ്ധാത്മൂർണനായിട്ട് ആദിമസഭയില് ഒത്തിരി പേരെ മാനസാന്തരത്തിന് കാരണമായ ഒരു മനുഷ്യനായിരുന്നു ഈ ശിമോൻ പത്രോസ്. അത് കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ പ്രസംഗിച്ച പ്രസംഗം, പത്രോസ് എഴുതിയ ലേഖനമൊക്കെ ഇപ്പൊ നമുക്ക് വായിക്കണമെങ്കിൽ ഡബിളും ട്രിപ്പിളും ആയ ഡിഗ്രി ഉള്ള ആൾക്കാർ വായിക്കണമെങ്കിൽ അത് നമുക്ക് ആരെയും വിവേചിച്ചു തരണം. ആ അവസ്ഥയിലാണ് പുള്ളിക്കാരൻ. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാല് പുള്ളിക്കാരന്റെ പ്രവൃത്തിയില്, നമ്മുടെ വചനത്തില്, നമ്മുടെ പരിജ്ഞാനത്തിൽ ഒത്തിരി മാറ്റം വരും. അത് ഓൾറെഡി കൊരിന്ത്യൻസിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഈ മഹാപുരോഹിത സംഘത്തിന്റെ ഒക്കെ ഇടയ്ക്ക് ചർച്ചിലൊക്കെ പോയി നിന്നിട്ട് പരിശുദ്ധാത്മ പൂർണ്ണനായിട്ട് പറയുന്ന ഒരു കാര്യം, യേശു തന്നെ രക്ഷിതാവ്. പല പ്രാവശ്യം അവര് വാൺ ചെയ്തിട്ടുണ്ട്, അത് പറയരുത്, ഇവിടെ ക്രിസ്തുവിന്റെ കാര്യം പറയരുത്. പക്ഷെ ഇത്രയും ധൈര്യമില്ലാതിരുന്ന മനുഷ്യൻ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഉള്ള അടിയെല്ലാം ചാട്ടവാറം കൊണ്ട് ഇഷ്ടമായി അടി കൊണ്ടിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ അടി കിട്ടി കഴിയുമ്പോഴത്തേന് നമ്മൾ കാണുന്നത്. പക്ഷെ ആ പക്ഷെ എങ്ങനെ സഹിച്ചെന്ന് അറിയത്തില്ല. ആ അടിപൊളിയായിട്ട് അടിയൊക്കെ കൊണ്ടിട്ട് ആ സാരമില്ല, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, എന്തൊക്കെയാണേലും മരിച്ചാൽ യേശുവിന്റെ കൂട്ടത്തിൽ, ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യേശുവിനെ വേണ്ടി പറയും എന്ന് പറയുന്ന ഒരു ധൈര്യമാണ് നമുക്ക് ശിമോൻ പത്രോസിലൂടെ കാണുന്നത്. കാരാഗ്രഹത്തിലേക്ക് പോവുകയാണെങ്കിൽ ധൈര്യം കൂടിയിട്ട് പല പ്രാവശ്യം വാങ്ങാൻ ചെയ്തു. എന്നിട്ട് അവരൊന്നും കേട്ടുന്നില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം കാരാഗ്രഹത്തിൽ പോയി കിടന്നിട്ടുണ്ട്. ആ കാരാഗ്രഹത്തിൽ
എന്നെ നീ കാരാഗ്രഹത്തിൽ കൊണ്ടുവച്ചല്ലോ എന്ന് പറയുന്നതിന് പകരം അവര് കുത്തിയിരുന്നിട്ട് ആരാധിക്കുന്ന ഒരു സമയമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അതാണ് രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത്, വിടുതൽ നൽകുന്ന പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ രോഗസൗഖ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. ഈ പത്രോസിനെ പറ്റി തന്നെ പറയുവാണെങ്കിൽ കാരാഗ്രഹത്തിൽ ഇപ്പൊ ഈ ചൂടത്ത് നമുക്ക് AC വന്നിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? അതേ അവസ്ഥയിലാണ് പുള്ളിക്കാരൻ നല്ല സുഖസുന്ദരമായിട്ട് കിടന്നു പറഞ്ഞത്. രണ്ട് കയ്യിലും 2 കാലിലും ആമങ്ങളും നല്ലതായിട്ട് ബന്ധിതനായിട്ട് ഇരുന്നിട്ട് യേശുവിനെ സാക്ഷീകരിച്ച് യേശുവിന് വേണ്ടി പാടിയിട്ട് മയങ്ങാൻ വേണ്ടിയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യന് മാത്രമേ കഴിക്കത്തുള്ളൂ. കാരണം ആ പുള്ളിക്കാരന്റെ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾക്കും പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെൻഷൻ, നമുക്കതൊന്നും ഒരു കാര്യമേ ആയിരിക്കത്തില്ല. ടെൻഷനും നമുക്ക് രോഗമുണ്ടോ, പ്രയാസമുണ്ടോ, പരിശുദ്ധാത്മാവ് കൂടിയിട്ട് നമുക്ക് എന്തിനാ, എന്റെ കൃപ നിനക്ക് മതി എന്നാ കർത്താവ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരന്റെ നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് മനുഷ്യർക്ക് രോഗസൗഖ്യം വരുത്തുന്ന ഒരു പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനു മുമ്പ് പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ അടുത്ത് ഒരു ചന്ദ്രരോഗം ബാധിച്ച ഒരു മനുഷ്യനെ സൗഖ്യമാക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി ചെന്നിരുന്നു. അപ്പൊ ആ സമയത്ത് ആ രോഗി ഇവരുടെ മേലെ വീഴുന്നതല്ലാതെ ഇവരെ കൊണ്ട് സൗഖ്യമാക്കാൻ പറ്റില്ല. കാരണം അത് അവിശ്വാസം ഒന്ന്, രണ്ടാമത് പരിശുദ്ധാത്മാവ് നിറവേറ്റണം. പക്ഷെ ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന പത്രോസ് എന്ന് പറഞ്ഞ പത്രോസിന്റെ നിഴല് പോലും വീണിട്ടുണ്ടെങ്കിൽ രോഗികൾക്ക് സൗഖ്യം വരും എന്നുള്ളൊരവസ്ഥയായി. പ്രസംഗിക്കുന്ന ഒരു സൈഡിൽ കൂടെ, മനുഷ്യന് വിടുതൽ കൊടുക്കുന്ന ഒരു സൈഡിൽ കൂടെ, രോഗികളെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. 2-3 പ്രാവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു യൗവനക്കാരൻ മാളികമുറിയിൽ താഴെ വീണ് കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന് ഉയർപ്പിച്ചു. തബീത എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, എല്ലാവർക്കും സഹായം നൽകുന്ന ആ സ്ത്രീയെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് നമുക്ക് ഇവിടുന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കൊടുക്കാവുന്ന ഇല്ല, പക്ഷേ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. യേശു ക്രിസ്തുവിനെ ദൈവം സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. കുറ്റങ്ങളും കുറവും ചെയ്ത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാപബോധം വരണം, ക്ഷമിക്കണം. എന്നിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി അപേക്ഷിക്കണം. മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് പാപബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവാണ്. അതിന് എക്സാമ്പിളായിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് ശൗലിനെ പറ്റിയാണ്. ഈ സ്തേഫാനോസിനെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് അവന്റെ വസ്ത്രം കാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ ആ പുള്ളിക്കാരനെ കല്ല് എറിഞ്ഞിട്ടുണ്ടായിരിക്കും, അതൊന്നും അറിയത്തില്ല. എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് കൂടെ നിന്ന മനുഷ്യനായിരുന്നു ശൗൽ. പക്ഷെ ശൗലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഹയർ ഡിഗ്രി ഉള്ളത്. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്, റോമ പൗരനായിരുന്നു. എന്നിട്ട് പോലും ദൈവം തമ്പുരാൻ താഴെക്കിടയിലുള്ള അല്ല മേലേക്കിടയിലുള്ള മനുഷ്യനെ ദൈവം തമ്പുരാൻ പിടിച്ചു. പകുതി വഴി പോയിട്ട് ഇരുട്ടായി. അത് കഴിഞ്ഞപ്പം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മ പൂർണ്ണനായി അനന്യാസം ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞതെല്ലാം തിരിച്ചു പറഞ്ഞു വെച്ച് ദൈവം തന്നെ യേശു ക്രിസ്തു തന്നെ രക്ഷിതാവെന്ന് പറഞ്ഞിട്ട് വിടുതൽ കിട്ടണമെന്നുണ്ട് യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്ന ഒരു മനുഷ്യനായിരുന്നു ശൗൽ. ഓക്കെ, അപ്പം ആ ശൗലിനെ പറ്റി നമ്മൾ കേട്ടു, സ്തേഫാനോസിനെ പറ്റി കേട്ടി, അനന്യാസിനെ പറ്റി കേട്ടു. നമ്മൾ പരിശുദ്ധാത്മാവ് കൂടെ വരുമ്പം അടുത്തൊരാളുണ്ട് ഫിലിപ്പോസ്. പരിശുദ്ധാത്മാവ് നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നു? ഫിലിപ്പോസ് അങ്ങനെ തേരിന്റെ അടുത്ത്, ഫിലിപ്പോസിനോട് ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് പറയുന്നത് നീ തേരിന്റെ അടുത്ത് പോകും ആ ഷണ്ടനോട് സംസാരിക്കാൻ വേണ്ടി. നമുക്ക് പരിശുദ്ധാത്മാവ് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുമോ? പല കാര്യങ്ങളും നമ്മൾ ചെയ്യരുതെന്നുള്ള കാര്യത്തിൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. എന്നാലും ചിലപ്പം നമ്മുടെ സ്റ്റബേൺനെസ് കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓർക്കണം ദൈവം തമ്പുരാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, പല കാര്യങ്ങളും ദൈവം തമ്പുരാൻ നമ്മളോട് പറയുന്നത് പരിശുദ്ധാത്മാവിൽ കൂടിയാണ്. നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചത് ധൈര്യപ്പെടുത്തുന്ന, വിടുതൽ നൽകുന്ന, പാപബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ ഇത്രയുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ കൂട്ടത്തിൽ പരിജ്ഞാനം തരുന്നു. ദൈവപരിജ്ഞാനം, ജ്ഞാനമല്ല അതിനെക്കാട്ടില് രോഗശാന്തി വരം, ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇതൊക്കെ നമുക്കും പ്രാപിക്കാനായിട്ട് ആഗ്രഹമില്ലേ? അത് പ്രാപിക്കണമെങ്കിൽ എന്താ ചെയ്യണമെന്നാ പറഞ്ഞ് നമ്മള് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് ഏറ്റു പറയണം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റു പറഞ്ഞു നമ്മുടെ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആഗ്രഹമുള്ളവർക്ക് മാത്രം ദൈവം തമ്പുരാൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മ. അപ്പൊ പരിശുദ്ധാത്മ വളർത്താനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വിടുതലിനായിട്ട് വേറൊരു കാര്യമുണ്ട്, സഭ ഒരുമനപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതും കൂടെ നമ്മൾക്ക് അത്യാവശ്യമാണ്. സഭയുടെ പ്രാർത്ഥന മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി. ഈ വിശുദ്ധ മേശയിലേക്ക് നമ്മൾ സമ്മതിക്കാൻ പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യും. ഈ പരിശുദ്ധ
പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കും. നമ്മുടെ തെറ്റുകൾ എന്താണ്, എന്തുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ട് പറ്റുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏത് കുറവുകളാണ്, ഏത് കുറ്റങ്ങളാണ്, എന്ത് ബലഹീനതയാണ് നമ്മുടെ പരിശുദ്ധാത്മാവിൽ നിന്ന് അകറ്റുന്നത്. അത് ഈ സമയത്ത് നമ്മൾ പാപബോധമുള്ളവരായിട്ട് നമ്മൾ ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവിന് വേണ്ടി അപേക്ഷിക്കണം. നമ്മൾ അനുഗ്രഹം പ്രാപിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും